ഈ പറയുന്ന 2026 എന്ന് പറയുന്നത് നമ്മളൊരു ഉദ്ദേശ ലക്ഷ്യങ്ങളായിട്ട് ജീവിക്കണം. നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു വർഷമായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാനുകളും ഐഡിയാസും നമ്മൾ സെറ്റപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം. അതായത് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കണം. വായിക്കണം, എഴുതണം, പഠിക്കണം. നഷ്ടപ്പെട്ടു പോയ പ്രണയങ്ങളെക്കുറിച്ച് ഓർത്തിരുന്ന് സങ്കടപ്പെടാതെ, നമ്മളെ ഒഴിവാക്കുന്ന വ്യക്തികളെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് നമ്മുടെ സമയം കളയാതെ, സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് മണിക്കൂറുകൾ നഷ്ടപ്പെടുത്താതെ, ഒരു വ്യക്തിക്ക് ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടും ഒരു മറുപടിയും തരാതെ ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടേക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തികളെ ലൈഫിൽ നിന്ന് എടുത്തു കളയണം. ഏതെങ്കിലും ദുശീലങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ നിങ്ങളെ ഉൾവലിക്കുന്നുണ്ടെങ്കിൽ ദുശീലങ്ങൾ നിങ്ങളിവിടെ അവസാനിപ്പിക്കണം. ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അവരോട് നോ പറയുകയോ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോരുകയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും അതിനോട് കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ ആ കുറ്റബോധം എടുത്തു മാറ്റണം. മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങളെപ്പോഴും പുറകിലാകുന്ന ആ പരിപാടി നിങ്ങൾ നിർത്തണം. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാത്രമായിട്ട് എഫോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതും അവസാനിപ്പിക്കണം. അതുപോലെ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് കഴിയുമോ അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ തോന്നലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പറയുന്ന സംശയങ്ങളെ ഉള്ളിൽ നിന്ന് എടുത്ത് പറിച്ചു കളയണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച കയോസുകൾ, പ്രശ്നങ്ങൾ, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പഠിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ സുഖപ്പെടുത്താൻ നോക്കുക. ഹീല് ചെയ്യാതെ നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ പറയുന്ന പ്രശ്നങ്ങൾ കൂടുതലാവുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഹീൽ ചെയ്യാൻ നോക്കുക. സ്വന്തമായിട്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു വ്യക്തിക്ക് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം അതിനോടുള്ള കുറ്റബോധവും വേദനയും മൂലം നിങ്ങളെ നിശബ്ദരാക്കുന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ നിന്ന് എടുത്തു കളയുക. നിങ്ങളുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ലൈഫിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ലെവലിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്.